2025 ലാലേട്ടന്റെ വർഷമായിരുന്നു. 200 കോടി ചിത്രങ്ങളും ഓപ്പണിംഗ് റെക്കോർഡും തുടങ്ങി വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ വർഷമായിരുന്നു ലാലേട്ടന് 2025. എന്നാൽ 2026 2025നേക്കാൾ ഗംഭീര വർഷമായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ലൈനപ്പ് കണ്ടിട്ട് തോന്നുന്നത്. മലയാളത്തിൽ തന്നെ ഏറ്റവും ഹൈപ്പിൽ റിലീസാവാൻ പോകുന്ന ദൃശ്യം 3 2026 ലാലേട്ടന്റെ ചിത്രമായി എത്തുന്നു. അത് സംവിധാനം ചെയ്യുന്നത് ഇൻഡസ്ട്രി ഹിറ്റ് ഡയറക്ടറായ ജീത്തു ജോസഫാണ്. അതിനെ തുടർന്ന് മോഹൻലാലിനെ നായകനാക്കി വീണ്ടും തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുണ്ട്. L365 ആണ്. തുടരും എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം തരുൺ മൂർത്തി ലാലേട്ടനെ വെച്ച് ചെയ്യുന്ന സിനിമയാണ്. മോഹൻലാലിന്റെ മകൾ നായികയായി എത്തുന്ന തുടക്കം സംവിധാനം ചെയ്തത് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് ഡയറക്ടറായ ജൂഡ് ആന്റണി ജോസഫാണ്. ഈ ചിത്രത്തിൽ ലാലേട്ടൻ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലാണ് എത്തുന്നത്. പുലിമുരുകൻ സംവിധാനം ചെയ്ത വൈശാഖ് ഒരുക്കുന്ന ഖലീഫയിലും ലാലേട്ടൻ അതിഥി വേഷത്തിൽ എത്തുന്നു. ഏതാണ്ട് 17 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും നായകന്മാരായി എത്തുന്ന മഹേഷ് നാരായണന്റെ പാട്രിയറ്റ് ആണ് മറ്റൊരു ചിത്രം. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമയായിട്ടാണ് പാട്രിയറ്റ് എത്തുന്നത്. ഇതല്ലാതെ രജനീകാന്തിന്റെ കൂടെ തമിഴിൽ ജയിലർ 2ലും ലാലേട്ടൻ എത്തുന്നു. ജയിലർ 1ൽ ലാലേട്ടന്റെ കഥാപാത്രം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ്. അതിനാൽ തന്നെ ജയിലർ 2നും വലിയ കാത്തിരിപ്പുണ്ട്. ഇത്രത്തോളം ചിത്രങ്ങളാണ് ലാലേട്ടൻ്റെതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ലാലേട്ടനെ സംബന്ധിച്ച് 2026 ഒരു ഗംഭീര വർഷമായിരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു.